ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സീരിയൽ സാന്ത്വനം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മളെല്ലാവരും വിചാരിച്ചപ്പോൾ തന്നെ ദേവിക്കും ബാലനും ഒരു കുഞ്ഞുണ്ടായി. അത് പെൺകുഞ്ഞ്. തമിഴിലും ഹിന്ദിയിലൊക്കെ ഒരു ആൺകുഞ്ഞാണെങ്കിൽ ദേവിക്കും ബാലനും പെൺകുഞ്ഞാണ്. അതുപോലെ തന്നെ ശിവനും അഞ്ജലിക്കും ഒരു ആൺകുഞ്ഞാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനത്തെ കഥകളൊക്കെ പറയുന്നുണ്ട്. അതിന് ദേവിയും ബാലനും കൂടിയിട്ട് ഒരു തമിഴ്നാട്ടിലെ സ്ഥലത്താണ് ഉള്ളത്. അവിടെ പൂ വിൽക്കണ അതായത് പൂജാസാധനങ്ങളും പൂവൊക്കെ വിൽക്കണ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കാണുമ്പോൾ വല്ലാത്ത വിഷമവും സങ്കടവും ഒക്കെ പരസ്പരം പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഓണത്തിന് തീർച്ചയായിട്ടും വരാമെന്ന്. അതിൻ്റെ ഒരു ക്ലൂ ആണ് ഇനി ഓണത്തിന് സാന്ത്വനം 2 അല്ലെങ്കിൽ പുതിയൊരു സീരിയലായിട്ട് ചിപ്പി മേഡം വരുമെന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഹാപ്പി എൻഡിങ് ആണ്. തിരിച്ച് സാന്ത്വനത്തിലേക്ക് പോകണമെന്നില്ല. പക്ഷെ ദേവിക്കും ബാലനും നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉള്ളൊരു പെൺകുഞ്ഞെ തന്നെ ദൈവം കൊടുക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് തന്നെയായിരുന്നു. ചെയ്തതിനെല്ലാം കണ്ണൻ മാപ്പും സോറിയൊക്കെ പറയുന്നുണ്ട്. അവർ പോണ സമയത്ത് ബാലൻ പറയുന്നുണ്ട്, കണ്ടോടോ നമ്മുടെ മക്കളുടെ സ്നേഹം, അവർക്ക് നമ്മളോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുക കേട്ടോ. ദേവിയുടെയും ബാലൻ്റെയും മകളുടെ പേര് ലക്ഷ്മി എന്നാണ്. അപ്പോൾ അതായത് നമ്മുടെ ലക്ഷ്മിയമ്മയുടെ പേര് തന്നെയാണ് ആ കൊച്ചിനിട്ടിരിക്കുന്നത്. നമ്മുടെ ശിവനും ഹരിയും കണ്ണനൊക്കെ ആ കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് അഞ്ജുവിനും അപ്പുക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടാണ് പോണത്. അവസാനം ടാറ്റയൊക്കെ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ വരെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം ഇത്രയും വർഷമായിട്ട് നമ്മുടെ കൂടെ ഒരു സീരിയലിൻ്റെ ചരിത്രം തന്നെ ഇളക്കി മറിച്ചത്. അത് ആണുങ്ങളെ പോലും പിടിച്ചിരുത്തിയ ഒരു സീരിയലായിരുന്നു സാന്ത്വനം. അപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ആണുങ്ങൾ പോലും ഇരുന്ന് കണ്ടിരിക്കുന്ന ഒരു സീരിയൽ സാന്ത്വനം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീർന്നപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിലും സാന്ത്വനമാണ് ഇട്ട് തുടങ്ങിയിട്ട് റിവ്യൂവിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു സീരിയലിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സാന്ത്വനം 2 അല്ലെങ്കിൽ ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ തന്നെ ഒരു പുതിയ സീരിയൽ ഉണ്ടാവട്ടെ. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സാന്ത്വനം റിവ്യൂ കഴിഞ്ഞു. നാളെ മുതൽ ഞാൻ വേറൊരു റിവ്യൂ ആയിട്ട് വരാം. ബൈ.